ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു സീരിയൽ കില്ലറുടെ കഥയാണ്. പഞ്ചാബിലെ രൂപ്നഗർ എന്നൊരു ജില്ലയുണ്ട്. അവിടെ നീരങ്കാരി ഭവൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ബിസിനസ്സുകാർക്ക് താമസിക്കുന്ന ഒരു പോഷ് ഏരിയയാണ് ഉള്ളത്. ആ ഏരിയയിലെ ഒരു വലിയ അപ്പാർട്ട്മെന്റിന്റെ കാർ പാർക്കിങ്ങിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കാറ് അനങ്ങാതെ കിടപ്പുണ്ടായിരുന്നു. ആദ്യത്തെ 1-2 ദിവസം ആരും അത് അത്ര കാര്യമാക്കിയില്ല. പക്ഷെ 3-4 ദിവസം കഴിഞ്ഞിട്ടും ആ കാറിന്റെ ഉടമസ്ഥനെ ആരും വരാത്തത് കണ്ടപ്പോൾ അപ്പാർട്ട്മെന്റിലുള്ളവർക്കും അടുത്തുള്ള വീടുകളിലുള്ളവർക്കും ചെറിയൊരു സംശയം തോന്നി തുടങ്ങി. ആരുടേതാണ് ഈ കാറ്? എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ആ കാറ് മുഴുവനായിട്ടും ലോക്ക് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാറിന്റെ ഗ്ലാസുകളിലാണെങ്കിൽ കറുത്ത ഫിലിം ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് ഉള്ളിൽ എന്താണെന്ന് പുറത്തു നിന്നാൽ ഒട്ടും കാണാനും സാധിക്കുമായിരുന്നില്ല. നാട്ടുകാർക്കിടയിൽ വലിയൊരു ആകാംക്ഷയും ഒപ്പം ചെറിയൊരു ഭയവും ഉടലെടുത്തു തുടങ്ങി. ഒരുപക്ഷെ ഏതെങ്കിലും ക്രിമിനലുകൾ ഉപേക്ഷിച്ചു പോയതായിരിക്കാമോ? നാട്ടുകാരിൽ ചിലർ ചേർന്ന് പോലീസിൽ വിവരം അറിയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പോലീസ് അങ്ങോട്ടേക്ക് തിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ ആ പ്രദേശത്തെ ചില ചെറുപ്പക്കാർക്ക് ആ കാറിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വല്ലാത്തൊരു കൗതുകം തോന്നി. അവർ കാറിന്റെ ഗ്ലാസിനോട് മുഖം ചേർത്ത് വെച്ച് കൈകൾ കൊണ്ട് വെളിച്ചം മറച്ച് ഉള്ളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ആ ചെറുപ്പക്കാരുടെ ജീവൻ പകുതിയും പോയിരുന്നു. ഭയം കൊണ്ട് അവർ പുറകോട്ട് മാറി. അവരുടെ വായിൽ നിന്ന് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കൃത്യം ആ സമയത്ത് തന്നെ പോലീസ് ജീപ്പ് അവിടെ എത്തിച്ചേർന്നു. എന്തുപറ്റി, കാറിനുള്ളിൽ എന്താണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ വിറക്കുന്ന ശബ്ദത്തിലെ ആ ചെറുപ്പക്കാര് പറഞ്ഞു, സാർ, ആ കാറിനുള്ളിൽ പൂർണ്ണ നഗ്നനായിട്ടുള്ള ഒരു പുരുഷന്റെ മൃതദേഹമുണ്ട്. പോലീസുകാർ പോലും ശരിക്കും ഞെട്ടിപ്പോയി. കാരണം വളരെ ശാന്തമായിട്ടുള്ള ആ പ്രദേശത്ത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേയില്ല. പോലീസ് ഒരു കാർ മെക്കാനിക്കിനെ വിളിച്ചു വരുത്തിയിട്ട് ആ കാറിന്റെ ഡോറ് തുറപ്പിച്ചു. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ചെറുപ്പക്കാര് പറഞ്ഞത് സത്യമായിരുന്നു. പൂർണ്ണ നഗ്നനായിട്ടുള്ള ഒരു പുരുഷന്റെ ജീവനില്ലാത്ത ശരീരം, കഴുത്തിൽ ശക്തമായി ഞെരിച്ചതിന്റെ പാടുകളുണ്ട്. അതായത് ആ വ്യക്തിയെ ആരോ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ്. വേറെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കാൻ പോലീസ് ആ മൃതദേഹം ഒന്ന് തിരിച്ച് കിടത്തി നോക്കി. അപ്പോഴാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ആ കാഴ്ച അവർ കണ്ടത്. മരിച്ച വ്യക്തിയുടെ മുതുകിലെ പഞ്ചാബി ഭാഷയിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ദോഹെ ബാസ് അഥവാ വഞ്ചകൻ അല്ലെങ്കിൽ ചീറ്റർ. ഈ ഒരു വാക്ക് കണ്ടതോടെ പോലീസിന് ഒരു കാര്യം ഉറപ്പായി. ഇതൊരു മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമല്ല. മരിച്ച വ്യക്തി കൊലയാളിയെ എങ്ങനെയോ വഞ്ചിച്ചിട്ടുണ്ട്. ആ ദേഷ്യത്തില് കൊലപ്പെടുത്തിയ ശേഷം നഗ്നനാക്കി മുതുകിൽ വഞ്ചകൻ എന്നെഴുതി വെച്ചതാണ്. മരിച്ചത് ആരാണെന്ന് കണ്ടെത്തുകയായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ലക്ഷ്യം. ഫോട്ടോകള് പത്രങ്ങളിലും ടിവിയിലും നൽകിയപ്പോൾ പെട്ടെന്ന് തന്നെ ആളെ തിരിച്ചറിഞ്ഞു. ഹർപ്രീത് സിംഗ് എന്നു പേരുള്ള 27 വയസ്സുകാരനായിട്ടുള്ള ഒരു ലോക്കൽ ബിസിനസ്സുകാരനായിരുന്നു അത്. ആ കാറും അയാളുടേത് തന്നെയായിരുന്നു. അപ്പോൾ ആ കാറിനുള്ളിൽ വെച്ച് തന്നെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. രാത്രിയുടെ ഏതോ യാമത്തിലാണ് ആ കാർ അവിടെ പാർക്ക് ചെയ്യപ്പെട്ടതെന്ന് നാട്ടുകാരിൽ ഒരാൾ പോലീസിന് മൊഴി നൽകി. നിർഭാഗ്യവശാൽ അവിടെ CCTV ക്യാമറകളോ ദൃക്സാക്ഷികളോ ഉണ്ടായിരുന്നില്ല. കൊലപാതകി ആരാണ് എന്നോ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നോ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കഴുത്ത് ഞെരിച്ചാണ് മരണം സംഭവിച്ചത് എന്നല്ലാതെ മറ്റു തുമ്പുകളൊന്നും ലഭിക്കുകയും ചെയ്തില്ല. അങ്ങനെ ആ കേസ് എങ്ങും എത്താതെ നിന്നു. പക്ഷേ കൃത്യം 3 മാസം കഴിഞ്ഞപ്പോൾ, അതായത് 2024 ഏപ്രിൽ മാസത്തിൽ ഇതേ രൂപ്നഗർ ജില്ലയിൽ തന്നെ ആൾതാമസമില്ലാത്ത ഒരു പ്രദേശത്ത് വീണ്ടും ഒരു മൃതദേഹം കണ്ടെത്തുന്നു. ഒരു പുൽമേട്ടില് പൂർണ്ണ നഗ്നനായിട്ടുള്ള നിലയിൽ മറ്റൊരു പുരുഷന്റെ മൃതദേഹം. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ അവരുടെ രക്തം മരവിച്ചു പോയി. കാരണം ഈ മൃതദേഹത്തിന്റെ മുതുകിലും അതേ വാക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ചീറ്റർ. ഇത്തവണ മരിച്ചത് 30 വയസ്സുകാരനായിട്ടുള്ള മുഖദ്ദർ സിംഗ് എന്നൊരു ട്രാക്ടർ മെക്കാനിക് ആയിരുന്നു. ആദ്യത്തെ കൊലപാതകത്തിൽ കഴുത്ത് ഞെരിച്ചാണ് കൊന്നതെങ്കിൽ ഇത്തവണ ഒരു വലിയ കല്ലുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൊന്നതിന് ശേഷമാണ് വസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റിയിട്ട് മുതുകിൽ ഈ വാക്ക് എഴുതിയിരിക്കുന്നത്. മരിച്ച 2 പേരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് കാര്യമായിട്ട് തലപുകഞ്ഞ് ആലോചിച്ചു. 2 പേരും ചേർന്ന് ആരെയെങ്കിലും സാമ്പത്തികമായിട്ട് വഞ്ചിച്ചിട്ടുണ്ടാകുമോ? എന്നാൽ എത്ര അന്വേഷിച്ചിട്ടും ഹർപ്രീത് സിംഗും മുകുന്ദർ സിംഗും തമ്മിൽ യാതൊരു പരിചയവുമില്ലെന്ന് പോലീസ് കണ്ടെത്തി. 2 കൊലപാതകങ്ങളും ചെയ്തത് ഒരാൾ തന്നെയാണ് എന്ന് ഉറപ്പാണ്. പക്ഷെ മരിച്ചവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. കൊലപാതകയ്ക്ക് ഒരു ഫോറൻസിക് തെളിവ് അവശേഷിപ്പിച്ചിട്ടുമില്ല. പോലീസ് ശരിക്കും ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കൊടും ക്രൂരതയിലേക്ക് എത്തിയത് എന്ന് നമുക്ക് പുറകോട്ട് പോയി നോക്കാം. ഈ സീരിയൽ കൊലപാതകങ്ങളുടെ എല്ലാം ഉത്ഭവം ഈ രൂപ്നഗറിലെ തന്നെ ഒരു സാധാരണ ഗ്രാമത്തിലായിരുന്നു. അവിടെ സ്വരൂപ് എന്നു പേരുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. സൗദി എന്നൊരു വിളിപ്പേരും അവനുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ ഒരേയൊരു മകൻ. സ്വാഭാവികമായിട്ടും മകനെക്കുറിച്ച് അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു.
നന്നായി പഠിച്ച് വലിയൊരു ജോലി വാങ്ങി അവൻ തങ്ങളുടെ അഭിമാനമാകുമെന്ന് അവർ കരുതി. 8ാം ക്ലാസ് വരെ അവൻ നന്നായിട്ട് പഠിച്ചു. എന്നാൽ 9ാം ക്ലാസ്സിൽ അവൻ തോറ്റുപോയി. ഇതറിഞ്ഞ മാതാപിതാക്കൾ അവനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. ആ ഭയം കാരണം അവൻ വീണ്ടും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി. എന്നാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് അവൻ്റെ ശരീരത്തിലും മനസ്സിലും ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ജൈവപരമായിട്ട് അവൻ ഒരു ആൺകുട്ടിയായിരുന്നെങ്കിലും മാനസികമായിട്ട് അവനൊരു പെൺകുട്ടിയാണെന്നുള്ള തോന്നൽ അവനിൽ ശക്തമായി. സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ ആഭരണങ്ങൾ, പൊട്ട്, കുപ്പിവളകൾ എന്നിവയോടൊക്കെ അവന് വല്ലാത്തൊരു ആകർഷണം തോന്നി. അവൻ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളോട് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് അവരുടെ വസ്ത്രങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി മുറി അടച്ചിട്ടിട്ട് അവൻ ആ വസ്ത്രങ്ങൾ ധരിക്കും. പൊട്ടുകുത്തി വളകളിട്ട് ഒരു പെൺകുട്ടിയെ പോലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം ലഭിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഒരു ദിവസം അവനങ്ങനെ സ്ത്രീവേഷം കെട്ടി നിൽക്കുന്നത് അവൻ്റെ മാതാപിതാക്കളെ നേരിട്ട് കണ്ടു. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരത് മനസ്സിലാക്കുമായിരുന്നിരിക്കാം. എന്നാൽ ആ ഗ്രാമീണ പശ്ചാത്തലത്തിൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അവനെ കുതിരെ തല്ലി. ഇനി മേലാൽ ഇത് ആവർത്തിച്ചാൽ കൊന്നുകളയും എന്ന് അച്ഛൻ ഭീഷണിപ്പെടുത്തി. അതോടെ ഭയന്നു പോയിട്ടുള്ള സ്വരൂപ് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ തന്നെ കുഴിച്ചുമൂടി. പിന്നീട് അവന് പഠനത്തിൽ തീരെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. +2 കഴിഞ്ഞതോടെ അവൻ പഠിത്തം നിർത്തുകയും ചെയ്തു. ഡ്രൈവിംഗിൽ കമ്പമുണ്ടായിരുന്ന അവൻ ഒരു ഹെവി വെഹിക്കിൾ ലൈസൻസ് എടുത്തു. എങ്ങനെയെങ്കിലും വിദേശത്ത് പോയിട്ട് പണം സമ്പാദിക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു ഏജന്റ് വഴി അവൻ ദുബായിലേക്ക് പോയി. അവിടെ ഒരു വർഷം അവൻ വളരെ നന്നായിട്ട് ജോലി ചെയ്തു. നാട്ടിലേക്ക് പണം അയച്ചു. വീട്ടുകാർ വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ദുബായിലെ ആ ജീവിതത്തിനിടയിൽ അവന് ചില പുതിയ കൂട്ടുകെട്ടുകൾ ലഭിച്ചു. സ്വവർഗാനുരാഗികളായിട്ടുള്ള ആളുകളുമായി അവൻ അടുത്തു. അവിടെ ഉണ്ടായിരുന്ന ചില രഹസ്യ ക്ലബ്ബുകളിൽ അവൻ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. അവനത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. സമ്പാദിക്കുന്ന പണമെല്ലാം അവൻ ഇത്തരം ക്ലബ്ബുകളിൽ ചെലവാക്കാൻ തുടങ്ങി. നാട്ടിലേക്ക് പണം അയക്കാതെയായപ്പോൾ അച്ഛൻ അന്വേഷിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ദേഷ്യം വന്ന അച്ഛൻ അവനെ തിരികെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി. നാട്ടിലെത്തിയെങ്കിലും അവൻ അവിടെ നിൽക്കാൻ തോന്നിയില്ല. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ ഖത്തറിലേക്ക് ഡ്രൈവർ ജോലിക്ക് പോയി. ഇത്തവണ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടാണ് പോയത്. അവൻ ധാരാളം പണം സമ്പാദിച്ചു. നാട്ടിലേക്ക് അയക്കുന്ന പണം ഉപയോഗിച്ചിട്ട് അച്ഛൻ കുറെ കൃഷിസ്ഥലങ്ങളും വാങ്ങി. 50ലധികം പശുക്കളെ വാങ്ങി വലിയൊരു ഡയറി ഫാം തുടങ്ങി. പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു വലിയ ബിസിനസ് തന്നെ അച്ഛൻ അവിടെ കെട്ടിപ്പടുത്തു. മകൻ തിരികെ വരുമ്പോഴേക്കും അവനൊരു മികച്ച ഭാവി അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവന് 35 വയസ്സായപ്പോൾ അച്ഛൻ അവനെ തിരികെ വിളിച്ചു. നാട്ടിലെ ഒരു പെൺകുട്ടിയുമായിട്ട് അവന്റെ വിവാഹം നടത്തിക്കൊടുത്തു. അവർക്ക് 2 പെൺകുട്ടികൾ ജനിച്ചു. മൂത്ത കുട്ടിക്ക് ഒരു 12 വയസ്സാകുന്നതുവരെ അവരുടെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. എന്നാൽ അവിടെയാണ് അവന്റെ ജീവിതം വീണ്ടും വഴിമാറുന്നത്. ഖത്തറിൽ നിന്ന് വന്നതിന് ശേഷം അവൻ പതുക്കെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് മാറി. ബിസിനസ്സിൽ ശ്രദ്ധിക്കാതെയായി. മയക്കുമരുന്ന് വാങ്ങാൻ പണം കണ്ടെത്താനായിട്ട് അവൻ ഫാമിലെ പശുക്കളെയും സ്വന്തം പേരുള്ള സ്ഥലങ്ങളും ഓരോന്നായിട്ട് വിൽക്കാൻ തുടങ്ങി. അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം അവൻ നശിപ്പിച്ചുകൊണ്ടിരുന്നു. കടം കയറി മുടിഞ്ഞു. പോരാത്തതിന് അവൻ ഭാര്യയെ ഉപദ്രവിക്കാനും തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി പൂർണ്ണമായിട്ടും മദ്യപിച്ച് ലക്ക് കെട്ട് വന്ന സ്വരൂപ് ഭാര്യയെ നിർബന്ധപൂർവ്വം കിടപ്പുമുറിയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. പ്രകൃതി വിരുദ്ധമായിട്ട് അവരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ ആ പാവം സ്ത്രീയുടെ നിലവിളി അടുത്ത മുറിയിൽ കിടന്നിരുന്ന അവന്റെ മാതാപിതാക്കളും കേട്ടു. ബോധം കെട്ടുപോയ ഭാര്യ പിറ്റേ ദിവസം രാവിലെ നടന്ന ക്രൂരതകൾ മുഴുവൻ അവന്റെ അമ്മയോട് പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞപ്പോൾ ആ അച്ഛന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഇനിയും ഇവനെ വിശ്വസിച്ചാൽ ഈ കുടുംബം മുഴുവൻ തെരുവിലാകുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി. അവശേഷിക്കുന്ന സ്വത്തുക്കൾ മുഴുവൻ അദ്ദേഹം തന്റെ മരുമകളുടെയും കൊച്ചുമക്കളുടെയും പേരിലേക്ക് എഴുതി വെച്ചു. ഇതിന്റെ പേരിൽ സ്വരൂപ് വീട്ടില് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അതോടെ അച്ഛൻ അവനിൽ നിന്ന് ഒരു വിടുതൽ പത്രം എഴുതി വാങ്ങി അവനെ വീട്ടിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ അടിച്ചൊതുക്കി പുറത്താക്കി. വീടിന്റെ വാതിലുകൾ അവന് മുന്നിൽ കൊട്ടി അടക്കപ്പെട്ടു. എങ്ങോട്ട് പോകണമെന്നറിയാതെ കിടക്കാൻ ഒരിടമില്ലാതെ സ്വരൂപ് ദിവസങ്ങളോളം ഹൈവേകളിൽ അലഞ്ഞു നടന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ഹൈവേയിലൂടെ നടക്കുമ്പോൾ ലൈംഗിക തൊഴിൽ ചെയ്യുന്ന ചില സ്ത്രീകൾ ലോറി ഡ്രൈവർമാർക്ക് കൈ കാണിച്ച് വണ്ടി നിർത്തുന്നതും അവരുടെ കൂടെ പോകുന്നതും അവൻ ശ്രദ്ധിച്ചു. ദീർഘദൂരം യാത്ര ചെയ്യുന്ന പല ഡ്രൈവർമാരും ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് അവിടെ നിർത്താറുണ്ട്. അപ്പോഴാണ് അവന്റെ തലയിൽ ആ ബുദ്ധി ഉദിച്ചത്. തനിക്ക് സ്വവർഗരീതിയിൽ താല്പര്യമുണ്ട്. മാത്രമല്ല ചെറുപ്പം മുതലേ ഒരു പെൺകുട്ടിയെ പോലെ വസ്ത്രം ധരിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നു. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതൊരു പണസമ്പാദന മാർഗമാക്കി മാറ്റിക്കൂടാ? പകൽ സമയങ്ങളിൽ അവൻ ഒരു സാധാരണ പുരുഷനായിട്ട് നടന്നു. എന്നാൽ രാത്രിയാകുമ്പോൾ അവൻ ഒരു സാരിയൊക്കെ എടുത്തിട്ട് തലവഴിയിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ പോലെ വേഷം മാറി ഹൈവേയിൽ വന്ന് നിൽക്കാൻ തുടങ്ങും.
കാറുകളിലും ലോറികളിലും ഒറ്റയ്ക്ക് വരുന്നവരെ അവൻ കൈ കാണിച്ച് നിർത്തും. അവര് അടുത്തു വരുമ്പോൾ താനൊരു സ്ത്രീയല്ലെന്നും താനൊരു പുരുഷനാണ് എന്നും അവൻ അവരോട് പറയും. എന്നിട്ട് സ്വവർഗരതിക്ക് താല്പര്യമുള്ളവരുമായിട്ട് അവൻ പണം സംസാരിച്ച് ഉറപ്പിക്കും. എല്ലാം കഴിഞ്ഞ ശേഷം അവർ അവനുള്ള പണം കൊടുക്കും. ഇതെല്ലാം വളരെ സുഗമമായിട്ട് നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഇടപാടുകൾക്കിടയിൽ അവൻ അരും കൊലകൾ ചെയ്യാൻ കാരണമായിട്ടുള്ള ആ വലിയ ട്രിഗർ സംഭവിക്കാൻ തുടങ്ങി. ചില കസ്റ്റമേഴ്സ് അവന് വാഗ്ദാനം ചെയ്ത പണം കൊടുക്കാൻ തയ്യാറായില്ല. ഉദാഹരണത്തിന് 150 രൂപയ്ക്ക് സംസാരിച്ച് ഉറപ്പിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം വെറും 100 രൂപ മാത്രം നൽകി അവനെ അപമാനിച്ചു. സാധാരണഗതിയിൽ ഒരാൾക്ക് ദേഷ്യം വന്നാലും വഴക്കിട്ടിട്ട് പോകും. എന്നാൽ സ്വരൂപ് അങ്ങനെയായിരുന്നില്ല. വീട് വിട്ടിറങ്ങിയതിന്റെ ഫ്രസ്ട്രേഷൻ, അതിനു പുറമെ ശരീരത്തിൽ മുഴുവൻ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ലഹരി. തന്നെ ഒരാള് പറ്റിച്ച് കുറഞ്ഞ കാശ് നൽകി അപമാനിച്ചു എന്ന് തോന്നുമ്പോൾ അവനുള്ളിലെ മൃഗമുണരും. പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ലായിരുന്നു. തനിക്ക് പണം കൃത്യമായിട്ട് തന്നവരെ അവൻ ഒന്നും ചെയ്തില്ല. എന്നാൽ തന്നെ വഞ്ചിച്ചവരെ, പണം കുറച്ച് നൽകിയവരെ അവൻ കൊലപ്പെടുത്തി. കൊലപാതകം മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തതിനാൽ അവന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ അവരുടെ ടവലെടുത്ത് കഴുത്ത് ഞെരിക്കും, അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന വലിയ കല്ലെടുത്ത് തലക്കടിച്ചു കൊല്ലും. കൊന്നതിനു ശേഷം അവരെ പൂർണ്ണ നഗ്നരാക്കും. കാരണം തന്നോടുള്ള വാക്ക് തെറ്റിച്ച അവരെ വഞ്ചകരാണ് എന്ന് ലോകത്തെ അറിയിക്കാൻ അവരുടെ മുതുകിൽ അവനത് എഴുതി വെക്കും. ഇതിനെല്ലാം ശേഷം ലഹരി ഒന്ന് ഇറങ്ങുമ്പോൾ അവന് ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം തോന്നും. ഗ്രാമത്തിൽ വളർന്നതുകൊണ്ട് മരിച്ചവരോട് ആദരവ് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവൻ ആ മൃതദേഹങ്ങളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുമായിരുന്നു. ഇതെല്ലാം അവൻ തന്നെയാണ് പിന്നീട് പോലീസിനോട് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹർപ്രീത് സിംഗും മുഖന്ദർ സിംഗുമെല്ലാം രാത്രിയിൽ അവനെ തേടിയെത്തി. അവസാനം പണം കൊടുക്കാതെ അവനെ പറ്റിക്കാൻ നോക്കി കൊല്ലപ്പെട്ടവരായിരുന്നു അവർ. പോലീസ് ഈ കേസുകളിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് 2024 ഓഗസ്റ്റ് മാസത്തിലെ 3ാമത്തെ കൊലപാതകം നടക്കുന്നത്. ഹൈവേക്ക് സമീപം ഒരു ചായക്കട നടത്തിയിരുന്ന 37 വയസ്സുകാരനായിട്ടുള്ള മനീന്ദർ സിംഗ്, അദ്ദേഹത്തെയും സ്വന്തം ടവൽ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്ന് നഗ്നനാക്കി മുതുകിൽ ചീറ്റർ എന്ന് എഴുതി വെച്ചിരുന്നു ഇവൻ. ഈ 3 പേർക്കും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇത് പോലീസിനെ ശരിക്കും കുഴപ്പിച്ചു എന്നുള്ളതാണ്. സാധാരണ സീരിയൽ കില്ലർമാര് ഒരേ പ്രായമുള്ളവരെയോ ഒരേ ജോലി ചെയ്യുന്നവരെയൊക്കെയാണ് ലക്ഷ്യം വെക്കാറുള്ളത്. എന്നാൽ ഇവിടെ കൊല്ലപ്പെട്ടത് വെവ്വേറെ ജോലികൾ ചെയ്യുന്ന വെവ്വേറെ പ്രായത്തിലുള്ള പുരുഷന്മാരാണ്. DGP ഗൗരവ് യാദവിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിട്ടും യാതൊരു തെളിവും കിട്ടിയില്ല. എന്നാൽ അവിടെയാണ് ആ വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. 3ാമത് കൊല്ലപ്പെട്ട മുനീന്ദർ സിംഗിന്റെ ഒരു മൊബൈൽ ഫോണ് കാണാനില്ലായിരുന്നു. പോലീസ് ആ ഫോണ് 24 മണിക്കൂർ സർവൈലൻസിലിട്ടു. പെട്ടെന്നൊരു ദിവസം ആ ഫോണ് ഓണായി. സൈബർ സെല്ല് സിഗ്നൽ ട്രാക്ക് ചെയ്ത് ലോക്കലായ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഭയന്ന് വിറച്ചുപോയി. സാർ, എനിക്കൊന്നും അറിയില്ല. ഹൈവേയിൽ വെച്ച് ഒരു സ്ത്രീ എനിക്ക് വളരെ കുറഞ്ഞ വിലക്ക് ഈ ഫോണ് വിറ്റതാണ്. ശരിക്കും അതൊരു സ്ത്രീയല്ല സാർ. സാരിയൊക്കെ എടുത്ത് ഒരു സ്ത്രീയെ പോലെ വേഷം കെട്ടിയിട്ടുള്ള ഒരു പുരുഷനാണ് അതെനിക്ക് തന്നത്. ഇത് കേട്ടതും പോലീസിന്റെ തലച്ചോറിലെ മിന്നൽ പിടിച്ചു. 3 പുരുഷന്മാർ പൂർണ്ണ നഗ്നരായിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു ക്രോസ് ഡ്രസ്സർ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ 4ാമത്തെ കൊലപാതകവും നടന്നു. ഹൈവേയില് ദാബ നടത്തിയിരുന്ന ഗുരുനാം റാം എന്നൊരാള് രാത്രി ദാബയിൽ തങ്ങിയ അദ്ദേഹത്തെ നഗ്നനാക്കി കഴുത്ത് ഞെരിച്ച് കൊന്നിരുന്നു. മുതുകിൽ ചീറ്റർ എന്നെഴുതിയിരുന്നു. അദ്ദേഹത്തിന്റെ ഫോണും സ്കൂട്ടറും നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു ലോക്കൽ കൗൺസിലർ കൂടി ആയതിനാൽ പോലീസിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായി. ഇനി ഒരൊറ്റ വഴിയെ പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ: ഹൈവേയിലെ ഡ്രൈവർമാരോട് അന്വേഷിക്കുക. അങ്ങനെ ചോദിച്ചപ്പോൾ ചില ഡ്രൈവർമാർ പറഞ്ഞു, അതേ സാർ, സ്ത്രീവേഷം കെട്ടി ലൈംഗിക തൊഴിൽ ചെയ്യുന്ന ഒരാളെ ഞങ്ങൾ ഈ ഹൈവേയിൽ വെച്ച് രാത്രി കാണാറുണ്ട്. അങ്ങനെ പോലീസ് ഒരു രാത്രി ഹൈവേയിൽ വേഷം മാറി കാത്തു നിന്നു. അധികം വൈകാതെ സാരി ചുറ്റിയ ഒരു രൂപം വാഹനങ്ങൾക്ക് കൈകാണിച്ചു വരുന്നത് അവരെ കണ്ടു. അടുത്തെത്തിയതും പോലീസ് അയാളെ വളഞ്ഞിട്ട് പിടികൂടി. ഫോൺ വാങ്ങിയ വ്യക്തിയെ കൊണ്ടുവന്ന് തിരിച്ചയാൾ പരേഡ് നടത്തിയപ്പോൾ അയാൾ ഉറപ്പിച്ചു പറഞ്ഞു, സാർ, ഇവൻ തന്നെയാണ് എനിക്ക് ഫോൺ തന്നത്. ചോദ്യം ചെയ്യലിൽ സ്വരൂപ് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവർ ഞെട്ടിത്തരിച്ചുപോയി. സാർ, 4 പേരെയല്ല, ഞാൻ ഇതുവരെ 11 പേരെ കൊന്നിട്ടുണ്ട്. ആ പ്രദേശത്ത് തെളിയിക്കപ്പെടാതെ കിടന്നിരുന്ന കേസുകൾ ഒത്തുനോക്കിയപ്പോൾ അതിൽ 9 കൊലപാതകങ്ങൾ അവൻ ചെയ്തതാണ് എന്ന് കൃത്യമായിട്ട് തെളിഞ്ഞു. യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് കൊലപാതകം നടത്തി ഒരു തെളിവും ബാക്കി വെക്കാത്ത ആ സീരിയൽ കൊലയാളി ഒടുവിൽ നിയമത്തിന് മുന്നിലായി. കോടതി അവനെ അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകും. ഒരുപക്ഷെ അവന്റെ മാനസിക നില പരിശോധിക്കാൻ ഡോക്ടർമാരെയും നിയമിച്ചേക്കാം. എന്തായാലും ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര സങ്കടകരമാണ് ആ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അയാൾക്ക് സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കാനും അവരെ പോലെ ആകാനും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് സത്യമാണ്. പക്ഷെ അതല്ല അവനെ കൊണ്ട് ഈ കൊലപാതകങ്ങൾ ചെയ്യിപ്പിച്ചത്. ജീവിതത്തിൽ എത്രയോ തവണ അവന് നന്നായി ജീവിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു.
ഗൾഫിൽ പോയിട്ട് പണം സമ്പാദിച്ചു, സ്വന്തമായിട്ട് വലിയൊരു ഫാം ഉണ്ടാക്കി, കല്യാണം കഴിച്ച് ഭാര്യയും മക്കളുമായിട്ട് സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു അവന്. ആ മയക്കുമരുന്നും മദ്യപാനവും അവനെ കീഴടക്കില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൻ എത്ര സന്തോഷവാനായിട്ട് കുടുംബത്തോടൊപ്പം ജീവിക്കേണ്ടവനായിരുന്നു. എപ്പോഴാണ് ആ ലഹരി അവനെ അടിമയാക്കിയത്, അവിടെ അവന്റെ ജീവിതം തകർന്നു. ലഹരി മനുഷ്യന്റെ തലച്ചോറിനെ എങ്ങനെ മരവിപ്പിക്കുന്നുവെന്നും ഉള്ളിലെ ക്രൂരനായിട്ടുള്ള മൃഗത്തെ എങ്ങനെ പുറത്തു കൊണ്ടുവരുന്നു എന്നും മനസ്സിലാക്കാൻ ഇതിലും വലിയൊരു ഉദാഹരണം വേറെയില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും ഇത്തരം ദുശീലങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക. ഒരു സീരിയൽ കില്ലറുടെ കഥ എന്നതിലുപരി ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ കൈവിട്ടു പോകുന്നു എന്നതിൻ്റെ വലിയൊരു പാഠം കൂടിയാണിത്. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക്